ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഹെയർ ഡ്രോയിങ് ഇമേജിലാക്കാം എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ പലപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട്, ഞാൻ വരയ്ക്കുന്ന പിക്ചേഴ്സിൽ ഹെയറിന് കുറച്ചുകൂടെ ഒരു അട്രാക്ഷൻ തോന്നാറുണ്ട്. അവർക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ വരയ്ക്കുന്നതിൽ ഹെയർ വരയ്ക്കുന്നത് കാണാനാണ്. അങ്ങനെയൊക്കെ ഒരുപാട് ചോദിക്കാറുണ്ട്. അതുപോലെ ചോദിച്ച വേറൊരു കാര്യമാണ്, ഇന്ന സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഹെയർ വരയ്ക്കുന്നത്, ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹെയർ വരയ്ക്കാൻ നന്നാക്കി മാറ്റാൻ കഴിയുമോ? അങ്ങനെ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരാൾ ഒരു ക്ലയൻറ്റ് ഒരു പിക്ചർ തന്നു കഴിഞ്ഞിട്ട് അത് വരച്ചു കൊടുക്കാൻ പറയുമ്പോൾ നമ്മൾ ഏറെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഹെയർ. കാരണം ഓരോരുത്തർക്കും ഓരോ ടൈപ്പുള്ള ഹെയർ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന പിക്ചേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുക്കാനുള്ള ഒരു പാർട്ട് തന്നെയാണ് ഹെയർ. ഓക്കെ, അതുപോലെ ചോദിച്ചാൽ വേറൊരു കാര്യമാണ്, ഇന്ന സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹെയർ വരയ്ക്കുന്നത് മെഴുതാക്കി മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ ഈ സാധനം ഉപയോഗിച്ചാണോ ഹെയർ വരച്ചത്, ഈ ഇറേസർ ഉപയോഗിക്കാമോ, ഈ പെൻസിൽ ഉപയോഗിക്കാമോ, അങ്ങനെ ഒരുപാട് പേര് കുറേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല, നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെയർ സിമ്പിളായിട്ട് വരച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അത് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ സാധാരണ മാർക്കറ്റുകളിൽ, നമ്മുടെ വീടിനടുത്തുള്ള മാർക്കറ്റിൽ കിട്ടുന്ന പെൻസിൽ ഇറേസർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു ഹെയർ ഏറ്റവും കൂടുതൽ മികച്ചതാക്കാം എന്ന് തന്നെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ ഹെയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്, ഇപ്പോൾ ഫേസാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഫേസിൻ്റെ ഉൾഭാഗം, അതായത് നെറ്റിയുടെ ഭാഗമായിരിക്കും നമ്മൾ ഹെയറിൽ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നെറ്റിയുടെ ഭാഗം ആദ്യം ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ഹെയറിലേക്ക് പോവുക. ഹെയർ ആദ്യം ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ലൈറ്റ് പെൻസിൽ എടുത്തിട്ട്, അല്ലെങ്കിൽ വളരെ ലൈറ്റായിട്ട് ആദ്യം എങ്ങോട്ടാണോ നമ്മുടെ ഹെയർ സ്റ്റൈൽ, ഇപ്പോൾ ഓരോരുത്തർക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് വരയ്ക്കേണ്ട ഫോട്ടോ ഏതാണോ അതിൽ കാണുന്ന ഹെയർ സ്റ്റൈലിനനുസരിച്ച് നമ്മൾ ഹെയർ എങ്ങോട്ടാണോ ചീകി വെച്ചിരിക്കുന്നത്, ഇപ്പോൾ ഡയറക്ഷൻ കാണുമല്ലോ, വലത്തോട്ടും ഇടത്തോട്ടും അതുപോലെ തന്നെ മുകളിലേക്കും, അങ്ങനെ കുറച്ച് ഡയറക്ഷൻ കാണും ഹെയർ പോകുന്നത്. ആ ഡയറക്ഷനിലേക്ക് ആദ്യം ലൈറ്റായിട്ടൊന്ന് ലൈൻസ് കൊണ്ട് അതൊന്ന് മാർക്ക് ചെയ്യുക, എങ്ങോട്ടാണോ അവരുടെ ഹെയർ കിടക്കുന്നത്, അല്ലെങ്കിൽ ഹെയറിൻ്റെ ചീകിയിരിക്കുന്ന സ്റ്റൈൽ എങ്ങോട്ടാണോ അതിനനുസരിച്ച് കുറച്ച് വരകളിടുക. അതിനുശേഷം ഇനി സെയിം ഈ വരച്ചിരുന്ന അതിലേക്ക് തന്നെ, അതായത് നമ്മൾ വരയ്ക്കുമ്പോൾ കുറച്ച് ഷേപ്സ് കിട്ടും അല്ലേ, ഇപ്പോൾ ഓരോ ഗ്രൂപ്പായിട്ടായിരിക്കും കിട്ടുന്നത് ഹെയറിൻ്റെ ഗ്രൂപ്പ്. ഓക്കെ, അതിനനുസരിച്ച് ഡാർക്ക് ചെയ്യുക. ഡാർക്ക് ചെയ്യുമ്പോൾ മാക്സിമം ഇപ്പോൾ ഒരു വകുപ്പുണ്ടെങ്കിൽ വകുപ്പിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് ഡാർക്ക് ചെയ്ത് സെൻറ്ററിൽ ഒരു ലൈറ്റായിട്ട് നമുക്ക് കാണിക്കാം. അത് ഓരോ പിക്ചറിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. അത് ഓരോ ഫോട്ടോയും അതിനനുസരിച്ചുള്ള ലൈറ്റും അനുസരിച്ച് അതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരാം. ലൈറ്റും ഡാർക്കും അനുസരിച്ച് ഓരോ വ്യത്യാസങ്ങൾ വരാം. പ്രകാശം എങ്ങോട്ട് പതിക്കുന്നതനുസരിച്ചൊക്കെ വ്യത്യാസങ്ങൾ വരാം. ഇപ്പോൾ നോർമലി നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത് നല്ലതാണ്. അതായത് രണ്ട് സൈഡ് ഡാർക്കും സെൻറ്ററിലൊരു ലൈറ്റ് കാണിക്കുന്നത് നല്ലതാണ്. ഈ പിക്ചർ അനുസരിച്ചാണെങ്കിൽ നമ്മൾ ഓരോ പിക്ചറിൽ എങ്ങനെ ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പിക്ചറിലനുസരിച്ചാണെങ്കിൽ ഏകദേശം രണ്ട് സൈഡും ഡാർക്കും സെൻട്രൽ ലൈറ്റുമായിട്ടാണ്. അതുപോലെ തന്നെ ഈ പിക്ചറിൻ്റെ ലെഫ്റ്റ് സൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ കുറച്ച് മുകൾ ഭാഗത്തേക്ക് പൊങ്ങി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ലൈറ്റായിരിക്കും ആ ഭാഗം. ഈ ലെഫ്റ്റ് സൈഡ് നമ്മൾ ചെയ്തതിനേക്കാളും അല്പം ഒന്ന് ലൈറ്റായിരിക്കും, ഇത്രയും ഡാർക്ക് കാണത്തില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഹെയറിൻ്റെ ഈ ലൈൻസ് ഇല്ലേ, അത് കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സൈഡ് വരുമ്പോൾ, അതായത് ഈ ലെഫ്റ്റ് സൈഡ് ചെയ്ത പോലെ തന്നെ റൈറ്റ് സൈഡിൽ കുറച്ച് ഡാർക്ക് ആയിരിക്കും. അതായത് ഹെയറിൻ്റെ ഈ ലൈൻസിൻ്റെ ഡീറ്റെയിൽ കുറവും ഈ ഡാർക്കിൻ്റെ ഡീറ്റെയിൽ കൂടുതലുമായിരിക്കും. ഓക്കെ, അതുപോലെ നമുക്ക് എവിടെയൊക്കെയാണോ ഇനി ഹെയറിൻ്റെ ഡാർക്ക് വേണ്ടത്, ഇപ്പോൾ ഹെയർ എന്ന് പറയുമ്പോൾ നമ്മൾ കുഞ്ഞിലെ കാണുമ്പോൾ ബ്ലാക്ക് എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ബ്ലാക്ക് ആയിരിക്കത്തില്ല, കുറച്ച് പ്രകാശത്തിൻ്റെ വ്യതിയാനങ്ങൾക്കനുസരിച്ച് ഒരുപാട് ടോണുകൾ നമുക്ക് ഹെയറിൽ കാണാൻ പറ്റും. ഓക്കെ, അതനുസരിച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഒന്ന് ബ്ലെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബ്ലെൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അതൊന്നീ നമുക്ക് പേപ്പർ സ്റ്റാമ്പ്, ഇപ്പോൾ ആദ്യം പേപ്പർ സ്റ്റാമ്പ് ഉപയോഗിക്കുക, ഇല്ലാത്തവർക്ക് ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കും. ഇപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചാണ് ചെയ്ത് കാണിക്കുന്നത്. സ്റ്റാമ്പ് ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്താണ് ചെയ്തത്. അതിനുശേഷം ഒന്ന് ഫിനിഷായി കിട്ടും. അതിനുശേഷം ഇതേപോലെ ഇപ്പം ഇതിൽ കാണുമ്പോൾ തന്നെ കുറച്ച് ലൈൻസ്, ഹെയറിൻ്റെ ലൈൻസ് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിട്ടില്ലേ, ഓർമ്മയുണ്ടല്ലോ, ആദ്യം ഏതെങ്കിലും ലൈറ്റ് പെൻസിലിട്ടോ ലൈറ്റായിട്ടോ നമ്മൾ ചെയ്ത് ലൈറ്റായിട്ട് വരച്ച് വെച്ചിരുന്ന ലൈൻസ് തന്നെ ഒന്ന് ഡാർക്ക് പെൻസിലെടുത്ത് ഒന്ന് ഡാർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡാർക്ക് ലൈറ്റ് പെൻസിൽ ഇല്ലാത്തവർ നോർമൽ പെൻസിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഒരു 8B പെൻസിലൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അതായത് ആദ്യം നമ്മൾ എങ്ങോട്ടാണോ ഹെയർ ചീകി വെച്ചതെന്ന് പറഞ്ഞില്ലേ, ഹെയർ എങ്ങോട്ടാണോ നമ്മൾ ഹെയർ സ്റ്റൈലിനനുസരിച്ച് മാറ്റിയിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ചെയ്യുക. അതിനുശേഷം ഒരു റബ്ബറിൻ്റെ ഒരു ചെറിയൊരു പീസ് എടുക്കുക. ഒന്നുകിൽ മോണോ ഇറേസർ, അങ്ങനെയുള്ള എന്തെങ്കിലും മോണോ സീറോ ഇറേസറോ ഇലക്ട്രിക് ഇറേസറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം നിങ്ങൾക്ക്. ഇല്ലെങ്കിൽ ഇതേപോലെ ഒരു അപ്സരയുടെ ഒരു ഇറേസർ എടുക്കുക, ജസ്റ്റ് ഒരു പീസ് കട്ട് ചെയ്യുക. നമുക്ക് എവിടെയൊക്കെയാണോ ഹൈലൈറ്റ്സ് വേണ്ടത്, അല്ലെങ്കിൽ പ്രകാശം കൂടുതൽ പതിക്കുന്ന എവിടെയാണോ, പ്രകാശത്തിൻ്റെ റിഫ്ലക്ഷൻ എവിടെയാണോ ആ ഭാഗങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മായ്ച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് തന്നെ നമ്മൾ കുറച്ചുകൂടെ ലൈൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും, അതായത് നോർമലി ഇപ്പോൾ കുറേ ആർട്ട് സാധനങ്ങളില്ല, അതായത് ആർട്ടിൻ്റെ മെറ്റീരിയൽസ് ഇല്ലാത്ത എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതേപോലത്തുള്ള നമുക്ക് നമ്മുടെ ഷോപ്പുകളിൽ തന്നെ, വീടിനടുത്തുള്ള ഷോപ്പുകളിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഒരു ഹെയർ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള എന്നാൽ എല്ലാവരും മറക്കുന്ന ഒരു കാര്യമാണ്, അതായത് ആദ്യം ഒന്ന് പെൻസിലിൽ നിന്ന് ഷാർപ്പ് ചെയ്യാൻ നോക്കുക. ഷാർപ്പ് ചെയ്തതിന് ശേഷം ഈ ഹെയർ സ്റ്റാർട്ട് ചെയ്യുന്ന ലൈൻസാണ് നമ്മളിപ്പോൾ വരയ്ക്കുന്നത്. അതായത് നെറ്റിയിൽ നിന്നും ഹെയർ സ്റ്റാർട്ട് ചെയ്യുന്ന ലൈനാണ് വരയ്ക്കുന്നത്. അത് കറക്റ്റായിട്ട് വരച്ചില്ലെങ്കിൽ നമുക്കിപ്പോൾ വിഗ് വെച്ച പോലെയൊക്കെ ഹെയർ തോന്നിക്കുക, ഒരു റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നത്തില്ല. ഓക്കെ, ഇപ്പോൾ ഈ ഫോട്ടോയിൽ കുറച്ച് കുങ്കുമം ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ കുങ്കുമം വരയ്ക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നെറ്റിയിലെ സ്കിന്നിൽ നിന്ന് കുറച്ച് ഹെയറുകൾ ഈ പൊടിക്കുന്ന രീതിയിൽ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഓരോ ലൈനായിട്ട് നമ്മൾ കാണിക്കണം.
ഒറ്റ ഹെയർ ആയിട്ട് നമ്മൾ നോർമലി നേരത്തെ ഗ്രൂപ്പായിട്ട് വരച്ചത് ഈ ഹെയറിൻ്റെ സ്റ്റാർട്ടിങ് വരുമ്പോൾ ഓരോ ഹെയർ ആയിട്ട് തന്നെ അതിൻ്റെ എഡ്ജുകൾ കാണിക്കാനായിട്ട് ശ്രമിക്കുക നെറ്റി വരച്ചതിന് ശേഷം ഹെയർ വരയ്ക്കാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പുറകിലുള്ള ഒരു ഒബ്ജക്റ്റ് വരച്ചതിന് ശേഷം മാത്രം മുന്നിലുള്ള വസ്തു വരയ്ക്കാനായിട്ട് നോക്കുക. അതായത് ഇപ്പോൾ നെറ്റിയിൽ നിന്നാണ്, അതായത് തലയിൽ നിന്നാണ് ഹെയർ പൊടിച്ച് വരുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ പുറകിലുള്ള ഭാഗം നമ്മുടെ തല അല്ലെങ്കിൽ നെറ്റിയാണ്. ആ നെറ്റി ഭാഗം വരച്ചതിന് ശേഷം എപ്പോഴും ഹെയർ വരയ്ക്കാനായിട്ട് നോക്കുക. ഓക്കെ, ഇനി ചെയ്യുന്നത് എവിടെയൊക്കെ കൂടുതൽ ഡാർക്ക് ആവശ്യമായിട്ടുണ്ടോ അവിടെയൊക്കെ ഒന്ന് ഡാർക്ക് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ആവശ്യത്തിനായിട്ടുള്ള ഡാർക്ക് ലൈറ്റും അനുസരിച്ച് നമ്മൾ ചെയ്ത് വെച്ചതിന് ശേഷം ഫൈനൽ ടച്ചായിട്ട് കൂടുതൽ ഡാർക്ക് എവിടെയൊക്കെ ആവശ്യമുണ്ടോ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത പാർട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മുമ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യുന്ന ഒരു പെൻസിൽ, ഏതെങ്കിലും ഒരു പെൻസിൽ എടുത്തൊന്ന് ഷാർപ്പ് ചെയ്തെടുക്കുക. അതെന്തിനാണെന്ന് കരുതി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മളെ ഹെയർ എന്ന് പറയുന്ന എല്ലാം ഒന്നിച്ച് സെറ്റായിരിക്കത്തില്ല. അതായത് ഒറ്റ ലൈന് പോലെ ഇരിക്കത്തില്ല. കുറേ ഹെയർസ് പറന്ന് കിടക്കാം അല്ലേ, കാറ്റുണ്ടെങ്കിൽ കൂടുതൽ പറന്ന് കിടക്കാം. അതുപോലെ ഓരോ ഹെയറിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഓരോരുത്തരുടെ ഹെയറിൻ്റെ സ്റ്റൈലിനനുസരിച്ച് കൂടുതൽ ഹെയറുകൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള ഹെയറിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ആ ഹെയർ, ഈ പറന്ന് കിടക്കുന്ന ഹെയർ വരയ്ക്കുമ്പോഴാണ് കുറച്ചുകൂടെ റിയലായിട്ടുള്ളൊരു ഫീല്, അതായത് ഒരു യഥാർത്ഥ ഫീല് ഹെയറിനുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട വേറൊന്നുമല്ല, ഒരു പെൻസിൽ എടുക്കുക, നന്നായിട്ട് ഷാർപ്പ് ചെയ്യുക. അതിനുശേഷം ഓരോ ഫോട്ടോയ്ക്ക് അനുസരിച്ച് നമ്മൾ ആ ഫോട്ടോ എങ്ങനെയാണോ, ഇപ്പോൾ നമ്മൾ വരയ്ക്കാനായിട്ട് എടുത്ത് വെച്ചിരുന്ന ഫോട്ടോയിൽ എങ്ങനെയാണോ ആ ഹെയർ കിടക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ആ കർവുകൾ വരച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യമൊക്കെ ഒന്ന് ബുദ്ധിമുട്ട് കാണും, നിങ്ങളുടെ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലത്തെ ഒരുപാട് ഡ്രോയിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസ്, എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഡ്രോയിങ്സ് ചെയ്യാമെന്നുള്ള വീഡിയോസ് ഇനിയും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തേക്ക് ബൈ.